കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ കഞ്ചാവ് എത്തിച്ചത് 7 തവണ. മുഖ്യപ്രതിയായ അനുരാജിനെ ചോദ്യം ചെയ്തതിലാണ് ഇക്കാര്യം പുറത്തുവന്നത്. ഇയാൾ കഞ്ചാവ് ഇടപാട് തുടങ്ങിയത് 6 മാസം മുൻപാണ്. ഹോസ്റ്റലിൽ ലഹരി ഇടപാടുകൾ നടന്നത് അനുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതിനുവേണ്ടി ഇയാൾ പലരിൽ നിന്നും പണം സമാഹരിച്ചിരുന്നു. ഹോസ്റ്റലിലെ ഹോളി ആഘോഷത്തിൽ കഞ്ചാവ് എത്തിക്കാൻ ഇയാൾ 16,000 രൂപയാണ് നൽകിയത്. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർക്കായിരുന്നു ഇയാൾ ഗൂഗിൾ പേ വഴി പണം നൽകിയത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ അനുരാജ് കളമശ്ശേരി പോളിടെക്നിക്കിലെ 3-ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. കഞ്ചാവിന് ഇയാൾ ഗൂഗിൾ പേ കൂടാതെ നേരിട്ട് പണം നൽകിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി. 3.5 കിലോ കഞ്ചാവ് ഇയാൾ 4 കവറിലാക്കിയാണ് ഹോസ്റ്റലിൽ എത്തിച്ചത്. ഇതിൽ പോലീസ് പിടിച്ചെടുത്തത് 1.5 കിലോയാണ്. ബാക്കിയുള്ള കഞ്ചാവ് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണെന്ന് തൃക്കാക്കര SP PV ബേബി പറഞ്ഞു. പുറയൂർ സ്വദേശികളായ ആഷിഖ്, ഷാലിഖ് എന്നീ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചിരുന്നത്. ഇവർ കഴിഞ്ഞ വർഷത്തെ 4-ാം സെമസ്റ്റർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ ഇവർക്ക് ആവശ്യമായ അറ്റൻഡൻസ് ഇല്ലാത്തതിനാൽ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. ഒഡീഷ, പശ്ചിമ ബംഗാൾ വഴി ഇതര സംസ്ഥാനക്കാർ കൊണ്ടുവരുന്ന കഞ്ചാവും ഇവർ വാങ്ങിച്ചിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ മുഖേനയാണ് അനുരാജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവുകൾ എത്തിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ ഇത് വിദ്യാർത്ഥികൾക്ക് വിതരണവും ചെയ്തിരുന്നു. ചെറുതും വലുതുമായ അളവിൽ ഇയാൾ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. കൂടാതെ കഞ്ചാവ് റാക്കറ്റിന്റെ മുഖ്യ ഇടനിലക്കാരനും ഇയാൾ ആയിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്.